ജീവൻ പോകുമ്പോൾ മാത്രമാണ് ഈ ഒരു കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലായിരുന്നു. വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. മുതുകിന് മുകളോട്ടുള്ള എല്ലാ വശങ്ങളും ഭക്ഷിച്ച നിലയിലായിരുന്നു ഓടിയത്. എന്നിട്ട് പോകണ്ടേ, നമുക്ക് ജീവിക്കണ്ടേ. ആന വരും, കടുവ വരും, എല്ലാം ഉണ്ട്. നാളെ ഞങ്ങൾക്ക് സ്ഥിതി ഇങ്ങനല്ലേ, പുലിനെ കൊല്ലണം. ഞങ്ങൾക്ക് പറയാനുള്ളത് അതേ ഉള്ളൂ. ആനന്റെ ചെല്ലി പേടിയുണ്ട്, പുലിന്റെ ചെല്ലി പേടിയുണ്ട്, മനുഷ്യനല്ലേ. നരഭോജി എന്നുള്ള ഇതിൽ ഉൾപ്പെടുത്തി കടുവനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ നടപടി. കുറെ മനുഷ്യർ കാടിന് നടുവിൽ എവിടെ നിന്നാണ് ആന, എവിടെ നിന്നാണ് കടുവ, എവിടെ നിന്നാണ് പുലി ചാടി വീഴുക എന്നറിയാതെ അവനവന്റെ പ്രിയപ്പെട്ടവരെയും നെഞ്ചോടടുക്കി ഉറങ്ങാതെ ഉണ്ണാതെ ഇരിക്കുന്നു. ഇന്ന് അവരിൽ ഒരാൾ ഒരു കടുവയുടെ ഭക്ഷണമായിരിക്കുന്നു. കടുവ പിടിക്കുന്ന മനുഷ്യരാണോ നമ്മൾ? സൂപ്പർ പ്രൈം ടൈം ഈ വിഷയമാണ് ഇന്ന് വിശദമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മളോടൊപ്പം മന്ത്രി OR കേളു ചേരും, ശ്രീ PV അൻവർ, ശ്രീ അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് പൊതുപ്രവർത്തകൻ, ശ്രീ K റഫീഖ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി, ശ്രീ A നിഷാന്ത് കോൺഗ്രസിന്റെ നേതാവ്, ശ്രീ ബാബു ഇന്ന് കടുവയുടെ ആക്രമണത്തിനിടയായി മരിച്ച രാധയുടെ ബന്ധുവാണ്, പ്രദേശവാസി ആണ്. ഇത്രയും ആളുകളാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുന്നത്. മന്ത്രി OR കേളുവിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. മിനിസ്റ്റർ, സ്വാഗതം. മിനിസ്റ്റർ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് ഒരു നിരന്തര പ്രശ്നമാണ്. പക്ഷേ ഇവിടെ ഒരു മനുഷ്യ ജീവന് കടുവയ്ക്കിരയാകേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള മനുഷ്യർ നാളെ ഞാനാണോ എന്ന ഭീതിയിൽ ആഴ്ന്നു പോയിരിക്കുന്നു. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. എന്താണ് അവരോട് നമ്മൾ പറയുക? എന്താണ് ഇതിനൊരു പരിഹാരമുള്ളത്? അതെ, വയനാട് ജില്ലയിൽ ഇപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇപ്പോൾ വർഷങ്ങളായിട്ട് തന്നെ വന്യമൃഗ സംഘർഷം ഇങ്ങനെ തുടർന്ന് വരികയാണ്. അതിൻ്റെ ഒരു അവസാനത്തെയാണ് ഇപ്പോൾ ഇന്ന് രാധേൻ്റെ ആക്രമണവും മരണവും ഒക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മനുഷ്യ അവകാശ ലംഘനമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദീർഘകാലാടിസ്ഥാനത്തിലും ഒരു ദീർഘവീക്ഷണത്തോടും കൂടിയിട്ട് വേണം നമുക്ക് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാം. ഇത് നമ്മൾ എപ്പോഴും പറയുന്ന വാക്കുകളാണ്. സമാശ്വാസ വാക്കുകൾക്കൊക്കെ ഒരു പരിധി ഉണ്ടാകണമല്ലോ. നഷ്ടപ്പെടുന്നത് ജീവനാകുമ്പോൾ പ്രത്യേകിച്ചും ഇതിനൊരു പരിഹാരമാണ് വേണ്ടത്. നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കാനും ജോലി കൊടുക്കാനും ഒക്കെ കഴിയും. അത് ജീവന്റെ വിലയാകില്ല. നമ്മൾ ചർച്ച ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അത് കേട്ട് സമാധാനിക്കാൻ അവർക്ക് കഴിയുമോ? വീട്ടുവാതിൽ തുറന്ന് ഇരിക്കാൻ കഴിയാത്ത, കുഞ്ഞുങ്ങളെ മുറ്റത്ത് കളിക്കാൻ വിടാത്ത, സ്കൂളിൽ പഠിക്കാൻ വിടാൻ കഴിയാത്ത സാഹചര്യം, അതിന് ധൈര്യമില്ലാത്ത മനുഷ്യരായി മാറിയിട്ടുണ്ട് വയനാട്ടുകാർ. ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു വസ്തുതയാണ്. പക്ഷെ നിങ്ങൾ ചോദിച്ചത് ഭാവിയിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു പോംവഴി അല്ലെങ്കിൽ ഒരു പരിഹാര മാർഗം എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ആ പരിഹാര മാർഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ലോക്കൽ ബോഡീസും ഗവൺമെൻറ്റും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വന്യമൃഗശല്യം ഇങ്ങനെ വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ നമ്പർ ക്രമാതീതമായി വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ക്രമാതീതമായിട്ട് നമ്പർ വർദ്ധിക്കുമ്പോൾ അത്രയും വന്യജീവികൾക്ക് ആവശ്യമായിട്ടുള്ള ആവാസ കേന്ദ്രം ആവശ്യമാണ്. അതേപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണവും ആവശ്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ ജില്ലയിൽ ഇല്ലാതെ ആകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ഒരു ഭാവി കണ്ടുകൊണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ നമ്പർ കുറയ്ക്കാനായി ആവശ്യമായിട്ടുള്ള നടപടികളും നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ മിനിസ്റ്റർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടികൾ, കടുവയെ വെടിവെക്കാനുള്ള തീരുമാനമടക്കം എന്തുകൊണ്ടാണ്? അതൊരു നരഭോജി കടുവയാണെന്ന തിരിച്ചറിവിൽ നിന്നാണ്. നമ്മുടെ ഒരു സഹജീവിയെ കൊണ്ടുപോയി കൊന്നു തിന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ ജീവൻ ഇല്ലാതെ പോയത് കൊണ്ട്
മറിച്ചായിരുന്നെങ്കിലോ നമ്മൾ കൂടെ വെച്ച് കാത്തിരുന്നേനെ. ജീവൻ നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റുമോ? മിസ്റ്റർ കേൾക്കാമോ? അതെ, അത് ശരി തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു നരഭോജി കടുവ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇതിനെ വെടിവെച്ച് കൊല്ലാം. പക്ഷേ ഈ ഒരു കടുവിനെ വെടിവെച്ചത് കൊണ്ട് മാത്രം ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. ഇപ്പോൾ കടുവിൻ്റെ ആക്രമണം മാത്രമല്ല, ആനേൻ്റെ ആക്രമണവും ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഭാവിയിൽ ഞാൻ പറഞ്ഞല്ലേ, ഭാവിയിൽ അതിന് ആവാസ വ്യവസ്ഥ വേണ്ടേ? ആവാസ വ്യവസ്ഥ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ജനവാസ കേന്ദ്രത്തിലേക്ക് കടക്കും, ഇങ്ങനെയുള്ള ആക്രമണങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 1972 വൈൽഡ് ലൈഫ് ആക്ടിലെ ചില ഭേദഗതികൾ കാലാനുസൃതമായി കൊണ്ടുവരണമെന്ന് ആവർത്തിച്ച് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കള്ളിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കണമെന്നുള്ളതാണ് കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ, അവിടുത്തെ മനുഷ്യരെ കണ്ടു കാണുമല്ലോ ഇന്ന്. എന്തൊരു ഭീതിയാണ് അവരുടെ കണ്ണിലുള്ളത്, എന്തൊരു പേടിയാണ്. പല കാര്യങ്ങൾ അവർ ആവശ്യപ്പെട്ട് സാധ്യമായതെല്ലാം ആവശ്യപ്പെടുകയാണ് ജനങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ, അവരുടെ സ്വത്ത്, സുരക്ഷ, പ്രിയപ്പെട്ടവരൊക്കെയാണ് തുലാസിൽ നിൽക്കുന്നത്. അങ്ങനെ എത്ര കാലമാണ്? വിറ്റൊഴിഞ്ഞു പോകാൻ പറ്റുമോ? ജനിച്ച് ജീവിച്ച ഇടങ്ങൾ മനുഷ്യർക്ക് അത്ര വേഗം? പരിഹാരമുണ്ടാക്കാനുള്ള നിലവിളികൾ ഒരു വശത്ത്, മറുവശത്ത് നിരന്തരം ജീവനഷ്ടം. വയനാട് എന്ന് മാത്രമല്ല, മലയോര മേഖല മുഴുവൻ ഭീതി ഉണ്ടായിട്ടുണ്ട്. ഈ ഭീതി ഇന്നോ ഇന്നലെ അല്ലല്ലോ. ഈ ഭീതി ഉണ്ടാകാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇത് ആവർത്തിച്ച് നിങ്ങളും ഞാനും ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ കണ്ണ് തുറക്കേണ്ട ആൾക്കാർ കണ്ണ് തുറക്കണ്ടേ? അതല്ലേ ഇവിടുത്തെ വിഷയം. ആരാണ് മിനിസ്റ്റർ കണ്ണടച്ചത് ഇവിടെ? അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, 1972 വന്യമൃഗ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളത്. അതിനുശേഷമല്ലേ നമ്മൾ ഈ വന്യമൃഗങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്പർ വർദ്ധിക്കും. സ്വാഭാവികമായിട്ടും ഒരു കടുവ ഒറ്റ പ്രസവത്തിന് എത്ര കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നത്? അല്ലേ? 4 കുഞ്ഞുങ്ങൾ 5 കുഞ്ഞുങ്ങളാണ് ഒരു കടുവ ഒറ്റ പ്രസവത്തിന് ഉണ്ടാകുന്നത്. ഇത് ഒരു 5 വർഷം കഴിയുമ്പോൾ അത് വീണ്ടും 5 എണ്ണം പ്രസവിക്കാൻ തുടങ്ങും. ഒരു 10-20 വർഷം കൊണ്ട് എത്രയാണ് ഇത് പെരുകുന്നത്? ഒരു കടുവേൻ്റെ ഒരു ടെറിട്ടോറിയൽ ഏരിയ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത്രയും ഭൂവിസ്തൃതി ഓരോ കടുവയ്ക്കും വേണ്ടേ? അതിനുള്ള ആവാസ വ്യവസ്ഥ ഇന്ന് വയനാട് ജില്ലയിലുണ്ടോ? അതല്ല വിഷയം. മിനിസ്റ്റർ, ഇപ്പോൾ ആരെ വിശ്വസിക്കണമെന്നറിയില്ല അവിടെയുള്ളവർക്ക്. ഇന്ന് മിനിസ്റ്റർ അവിടെ ചെല്ലുമ്പോൾ അങ്ങേക്കെതിരെ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. അങ്ങ് വനമന്ത്രിയല്ല, പക്ഷെ വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയാണ്. അവരുടെ ആവശ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യേണ്ട ആളാണ്. സംവിധാനത്തോടുള്ള വിശ്വാസം പോലും മനുഷ്യർക്കില്ലാതെ ആകുന്നുണ്ട്. ആരോട് പറയണം എന്ന് അവർക്കറിയില്ല. അത് ജനങ്ങൾക്ക് വിശ്വാസക്കേട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വസ്തുതയാണ്. കാരണം ഇന്ത്യയിലെ വന്യമൃഗ സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മാത്രമല്ലേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതൊരു വസ്തുതയല്ലേ? അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണ്ടേ? ശരിയാണ്. പക്ഷേ ഈ വിഷയം കൂടുതൽ വലിയ പ്രാധാന്യത്തോടെ സർക്കാർ അടിയന്തരമായി പരിഗണിക്കണം എന്നതാണ് ആ മനുഷ്യരുടെ ആവശ്യം. അങ്ങ് അതിന് നേതൃത്വം നൽകണം. കടുവ പിടിച്ചുകൊണ്ടുപോയി ഭക്ഷിക്കുക എന്നൊന്നും ഒരു മനുഷ്യനും ഉണ്ടാകാൻ പാടില്ലാത്ത ഗതികേടാണ്. അങ്ങനെയാണ് ഇനി അങ്ങനെ ഒരു വാർത്ത. ഞാൻ രാവിലെ മീഡിയക്കാരോട് ഞാൻ പറഞ്ഞല്ലോ, മീഡിയക്കാരുടെ സപ്പോർട്ടും വേണം. മീഡിയക്കാർ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ടല്ലോ. ഈ 72 വൈൽഡ് ലൈഫ് ആക്ട് ഭേദഗതി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മീഡിയൻ്റെ ഭാഗത്തുനിന്ന് ഉയർത്തിക്കൊണ്ട് വരണം. ഇതിൻ്റെ ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. ശരിയാണ്, ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. ശരി മിനിസ്റ്റർ, നമുക്ക് ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടത് ഒരു ആവശ്യകതയുമുണ്ട്. വളരെയധികം ഞങ്ങളോട് സംസാരിച്ചതിനുള്ള നന്ദി കൂടി അങ്ങയോട് അറിയിക്കുകയും ചെയ്യുന്നു. മറ്റ് പാനലിസ്റ്റുകളിലേക്ക് കൂടി പോകാനുണ്ട്. ശ്രീ പി വി അൻവർ, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ പി വി അൻവർ, ഇപ്പോൾ മലയോര ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മാതൃഭൂമി ന്യൂസ് നിരന്തരം പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. ഈ പറയുന്ന കാട്ടാനയുടെ പ്രശ്നമാണെങ്കിലും കടുവയുടെ പ്രശ്നമാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും നിരന്തരമായി ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാറുമുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് ശ്രീ പി വി അൻവർ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ ഈ നഗരഹൃദയ ഭാഗത്തുണ്ടാകുന്ന അപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ബഹുനില കെട്ടിടങ്ങൾ, ഫ്ളാറ്റുകൾ, അതിന്റെ 7ാം നിലയിലോ 10ാം നിലയിലോ ഒന്നും കടുവയും പുലിയും കടന്നു വരില്ല. അവിടെ നമുക്ക് നമ്മുടെ സ്വീകരണ മുറിയിൽ ഇരുന്ന് കാണാനുള്ളൊരു വാർത്ത മാത്രമായി ഇത് മാറുന്നുണ്ട്. ഇതിലൊരു പൊതുജന വികാരം ഉണ്ടാകുന്നില്ല. ഇത് നമ്മൾ അവഗണിച്ച് നിർത്തിയിരിക്കുന്ന, നമ്മൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നിർത്തിയിരിക്കുന്ന ആളുകൾ, അവർ മാത്രം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായി മാറുകയാണോ?
മാധു, ഇതിൽ രണ്ട് കാര്യങ്ങൾ. മാധു ഈ പറഞ്ഞെടുത്ത് വെച്ച കാര്യങ്ങൾ സൂചിപ്പിക്കുക. ഇപ്പോൾ മാധു സൂചിപ്പിച്ചത് ലോജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. 7ാം നിലയിലും 5ാം നിലയിലും 10ലും പുലി വരില്ല. പക്ഷേ കോഴിക്കോട് ടൗണിലും എറണാകുളം സിറ്റിയിലൊക്കെയുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഡ്രസ്സ് അലക്കി പുറത്ത് ഈ അപ്പാർട്ട്മെൻറ്റിൽ വീട്ടുകാർക്ക് അലക്കിയിടാൻ കഴിയാത്ത അവസ്ഥയാണ്. കുരങ്ങിൻ്റെ ശല്യം സിറ്റികളെ അഭിമുഖീകരിക്കാൻ തുടങ്ങിയിട്ട് വലിയ ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഹൈക്കോടതിയിൽ പോലും തൊട്ടടുത്ത ഫോറസ്റ്റിൽ നിന്ന്, ഹൈക്കോടതിയുടെ പിന്നിലുള്ള ചെറിയ ഫോറസ്റ്റിൽ നിന്ന് കുരങ്ങൾ വന്നുകൂടി ഹൈക്കോടതിയെ പോലും തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ വികാരം പ്രകടിപ്പിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. ഇവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. രണ്ടാമത്, ഇതിന് വികാരപരമായി ഇടപെട്ടിരുന്നത് മലയോര കർഷകരാണ്. സത്യത്തിൽ ഇന്ന് അവർക്ക് സ്വന്തം കാലിൽ ചവിട്ടി നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത വിധം കേരളത്തിലെ 1,30,00,000 ജനങ്ങളുടെ ജീവിതം സമ്പൂർണമായും താളം തെറ്റി നിൽക്കുന്ന അവസ്ഥയാണ്. കർഷകരെ സംബന്ധിച്ച് അവർക്ക് ഒരു കൃഷി ഉണ്ടാക്കാൻ വയ്യ. 10 സെൻറ് ഉള്ളവനും 10 ഏക്കർ ഉള്ളവൻ്റെയും അവസ്ഥ ഒന്നാണ്. റബ്ബറായിരുന്നു ഈ മലയോര മേഖലയിൽ മറ്റൊരു വരുമാന മാർഗം പിടിച്ചു തന്നിരുന്നത്. ഇപ്പോൾ ഈ ആനയുടെയും പുലിയുടെയും ശല്യം കൊണ്ട് റബ്ബർ വെട്ടാൻ ആളെ കിട്ടാനില്ല. ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ ഈ പറയുന്ന ഇല നുള്ളാൻ ആളില്ല, കാപ്പി എടുക്കാൻ ആളില്ല. അപ്പോൾ കൃഷിയുള്ളവർക്ക് കൃഷിയുടെ ആദായം എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. 7 മണിയോടുകൂടി കടകൾ അടക്കുന്നു. സ്കൂളുകളിലേക്ക് കുട്ടികളെ ചില ദിവസങ്ങൾ പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾ ഭയപ്പെടുന്നു. 4 മണിക്ക് സ്കൂൾ വിടുന്ന സ്കൂളിൽ 3 മണിക്ക് തന്നെ പോയി മക്കളെ ബലമായിട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന അവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള മലയോര മേഖലയിലുള്ള ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നത് എന്താണ്? കേന്ദ്രത്തിനെ പരിപൂർണമായും പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേളു മിനിസ്റ്റർ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം വളരെ ദയനീയമായിട്ടാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 972 നിയമം ഭേദഗതി ചെയ്യണ്ടേ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ ഒരുമിച്ച് നിൽക്കണ്ടേ? പക്ഷേ മാധു, ഞാൻ ഒറ്റ കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക്, കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 1972 അനിമൽ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ പറയുന്ന പ്രൊട്ടക്റ്റഡ് അനിമൽസ് മനുഷ്യർക്ക് ദോഷകരമാകുകയും മനുഷ്യരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്താൽ അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ഈ നിയമത്തിൻ്റെ പ്രൊവിഷനിലുണ്ട്. അത് കേരളത്തിൽ തീരെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി. അപ്പം അതിന് കൃത്യമായ ഒരു രേഖ, ഇതൊരു 2 മിനിറ്റ് ഞാനൊന്ന് വായിക്കാം, നിങ്ങളൊന്ന് കേൾക്കണം. ഇത് കേരളത്തിലെ രാജ്യസഭാ MP ശ്രീ P. സന്തോഷ് കുമാർ കേന്ദ്രമന്ത്രിക്ക് പാർലമെൻറ്റിൽ നൽകിയ ഒരു മോഷന് കിട്ടിയ മറുപടിയാണ്. വൈഡ് ലെറ്റർ നമ്പർ DO നമ്പർ WL 70/24/2023 2023 ഡേറ്റഡ് 18th February 2023. Shri Bhupendra Yadav, Minister Environment, Forest and Climate Change, Government of India has informed Shri P. Santosh Kumar, Member of Parliament, Rajya Sabha, as follows. ഇനിയാണ് മാധു നിങ്ങളിത് കൃത്യമായി കേൾക്കണം. Please refer to the special motion mentioned raised by you on 8th February 2023 in Rajya Sabha regarding the need of addressing the human-wildlife conflict in Kerala. I would like to inform you that management of wildlife is primarily the responsibility of the state government. വൈൽഡ് മാനേജ് ചെയ്യേണ്ട അടിസ്ഥാനപരമായ ഉത്തരവാദിത്തം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ കൃത്യമായും പറയുന്നു, വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ് പ്രൈമറി ആയിട്ടുള്ളതിന് ഉത്തരവാദിത്തം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. ദ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഓഫ് ദ സ്റ്റേറ്റ് ഹാസ് ദ പവേഴ്സ് ടു ടേക്ക് മെഷേഴ്സ് ടു അഡ്രസ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, ഇൻക്ലൂഡിംഗ് grant of permission for hunting of animals that have become the dangerous to human life of the or property. ഇനി കേട്ടോളൂ നിങ്ങൾ. The ministry has also issued advisories to the state government of Kerala on management of human wildlife conflict. As the matter raised by you within the purview of the state government, the ministry has requested, Central Ministry is requested to the
Chief Wildlife of Kerala to take necessary action in this regard, Bhupendra Yadav. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം അവർക്ക് ഇത് തന്നെ മാധു, ഈ മിനിസ്റ്റർ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ വന്ന സമയത്ത് കർഷകരെ പോയി കണ്ടപ്പോൾ അദ്ദേഹം ഇതേ കാര്യം പറഞ്ഞതാണ്. അപ്പൊ ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിനെ കൊന്നു കളയാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ആ നിയമം അനുവദിച്ച നിയമം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ ലൈഫ് നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ പി വി അൻവർ അങ്ങേലേക്ക് വരാം, മറ്റുള്ളവരിലേക്ക് കൂടി പോയതിനു ശേഷം അങ്ങേലേക്ക് വരാം. അഡ്വക്കേറ്റ് ജോണി കെ ജോർജ്, അങ്ങനെ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് പ്രാഥമികമായി വന്യജീവി പ്രശ്നം അല്ലെങ്കിൽ വന്യജീവി സംരക്ഷണം എന്നുള്ള കാര്യം കേന്ദ്രം പറയുകയാണ്. 72 വൈൽഡ് ലൈഫ് ആക്ടിന്റെ ഭേദഗതിയിലൂടെ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്ന് സംസ്ഥാന സർക്കാരും പറയുകയാണ്. ഇതിന്റെ പ്രശ്നം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നാട്ടിൽ വേട്ടക്കിറങ്ങുന്ന വേട്ടമൃഗങ്ങൾക്കറിയില്ല. അവർക്കിടയിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർക്ക് നിലവിൽ ഇതൊന്നും കാണാനോ കേൾക്കാനോ പഠിക്കാനോ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളിൽ, നിരന്തരമായ നിത്യേനയുള്ള പ്രശ്നങ്ങളിൽ അവർ കുടുങ്ങിപ്പോവുകയുമാണ്. ഉപജീവന മാർഗം കാണാൻ പുറത്തിറങ്ങി പണി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള മനുഷ്യർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നതാണോ ഈ പ്രതിസന്ധികൾ? അഡ്വക്കേറ്റ് ജോണി കെ ജോർജ്, കേൾക്കാമോ? യെസ്, ഇപ്പോൾ കേൾക്കാം. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരോട് എനിക്ക് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്, ഈ പരിസ്ഥിതി തീവ്രവാദത്തിനെതിരെയുള്ള ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് മലയോര മേഖലയിലെ മനുഷ്യർ തയ്യാറാകണം. നിയമം നിർമ്മിക്കുന്നവരും നിങ്ങളുടെ കൂടെയില്ല, നിയമം വ്യാഖ്യാനിക്കുന്നവരും നിങ്ങളുടെ കൂടെയില്ല, നിയമം നടപ്പിലാക്കുന്നവരും നിങ്ങളുടെ കൂടെയില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, മലയോര മേഖലയിൽ ഈ കടുവയുൾപ്പെടെയുള്ള വന്യജീവികളുടെ ആക്രമണങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നത് മുഴുവൻ സാധാരണക്കാരായ മനുഷ്യരാണ്. അവരോട് നിയമത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചും ഇല്ലാത്ത നിയമങ്ങൾ പറഞ്ഞുണ്ടാക്കിയും വന്യജീവികളാണ് വലുത്, മനുഷ്യനതിന് താഴെയാണ് എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കി വെച്ചിട്ട് മലയോര മേഖലയിലെ മനുഷ്യരെ വന്യജീവികളെ ഉപയോഗിച്ച് കുടിയിറക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ. ഇവർ മൂന്ന്, അതായത് ലെജിസ്ലേച്ചർ ആണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും എക്സിക്യൂട്ടീവ് ആണെങ്കിലും, ഇവർ മൂന്ന് പേരും മലയോര മേഖലയിലെ മനുഷ്യരോടൊപ്പം ഇല്ല. ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, വന്യജീവി സംരക്ഷണ നിയമം എഴുതിയുണ്ടാക്കുന്ന സമയത്ത് സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട വിഷയം, അതായത് ലിസ്റ്റുകളിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് വന്യജീവി സംരക്ഷണം എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 252 ഇൻവോക്ക് ചെയ്തിട്ട് സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്രത്തിന് നിയമം ഉണ്ടാക്കാനുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചുണ്ടാക്കിയ ഈ നിയമത്തിൽ തന്നെ സംരക്ഷണം കൊടുക്കുമ്പോൾ വന്യജീവികൾ ക്രമാതീതമായിട്ട് വളരുമെന്നും അത് മനുഷ്യൻ്റെ ജീവനും ജീവനോപാധികൾക്കും തടസ്സമായിട്ട് വളരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നുമുള്ളത് വളരെ കൃത്യമായിട്ട് ആ നിയമത്തിൽ തന്നെ എഴുതി വെച്ചു. അതാണ് സെക്ഷൻ 11(1). ഇവിടെ ഏറ്റവും തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും തെറ്റായിട്ട് പരാമർശിക്കപ്പെടുകയും എന്തിനേറെ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അധികാരപ്പെട്ട ജനപ്രതിനിധികളെ പോലും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത്, കടുവയെ സംബന്ധിച്ചിടത്തോളം ഈ സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൊല്ലണമെങ്കിൽ പ്രത്യേക തരത്തിലുള്ള SOPകൾ വേണമെന്നാണ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇപ്പോഴും ഇന്ന് തന്നെ മിനിസ്റ്റർ കേളു പറയുന്നത് കേട്ടു, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുമെന്ന്. എന്തൊരു ഞാൻ പറയുന്നത് എത്ര അപലപനീയമാണെന്നറിയാമോ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നിയമമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നിയമമല്ല സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രമാണ്. എക്സിക്യൂട്ടീവ് ഓർഡർ ആണോ വലുത്, അതോ ഈ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ വലുത്? അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 അനുസരിച്ചുകൊണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിന് മുകളിലേക്ക് ഏത് നിയമം വന്നാലും ആ നിയമം, ഇഫ് ഇറ്റ് ഈസ് അൾട്രാവേഴ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് ഇൻവാലിഡ്. സോ ഇവിടെ നിയമം പോലും അല്ല, ഏതോ വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ എഴുതിയുണ്ടാക്കി അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് അനുസരിക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഗൈഡ് ലൈൻസ് അനുസരിച്ചാണോ ഇവിടെ നിയമം നടപ്പിലാക്കേണ്ടത്? ഇവിടുത്തെ ജനപ്രതിനിധികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിക്കുന്നതിനനുസരിച്ച് വെറുതെ ബൊമ്മയാട്ടം നടത്തരുത്, വെറുതെ പാവക്കൂത്ത് നടത്തരുത്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 21 അനുസരിച്ചുകൊണ്ട് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ് ഏറ്റവും വലുത്, മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും വലുത്. അതിന് മുകളിലേക്ക് ഒരു ഗൈഡ് ലൈൻസും ഇല്ല. ഇനി ഇവിടെ സെക്ഷൻ 11(1) പറയുന്നത് എന്താണ്?
മനുഷ്യന്റെ ജീവന് അപകടകരമായ തരത്തിൽ വരുന്ന ഏത് വന്യമൃഗമാണെങ്കിലും, അത് ഏത് വന്യമൃഗമാണെങ്കിലും, അതിനകത്ത് ചെറിയ വന്യമൃഗമെന്നോ ഷെഡ്യൂൾ 1 എന്നോ 2 എന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ല. ഏത് വന്യമൃഗമാണെങ്കിലും അതിനെ കൊല്ലുന്നതിനോ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നതിനോ ട്രാങ്കുലൈസ് ചെയ്യുന്നതിനോ ഉള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കൊടുത്തിരിക്കുന്നത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കേരളത്തിൽ മനുഷ്യർക്ക് മനുഷ്യന്റെ ജീവന് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന തരത്തിലുള്ള മൃഗങ്ങളെ വെടിവെച്ചുകൊണ്ട് നടക്കുമ്പോൾ കാര്യങ്ങൾ സാധ്യമാണ്. പക്ഷേ അത് തെളിയിക്കാൻ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവനാണ് എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ വരാം രണ്ടുപേരിലേക്കും. ശ്രീ ബാബു, അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ പറയുന്ന നിയമങ്ങളുമായോ സമരങ്ങളുമായോ രാഷ്ട്രീയവുമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതിനപ്പുറത്ത് അവനവന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ നാളെ അവനവന്റെ ജീവൻ നഷ്ടമാകുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥയെ വേറെയാണ്. ഇനിയിപ്പോ അങ്ങയുടെ ബന്ധു കൂടിയാണ് രാധ. ആരും വിചാരിക്കില്ലല്ലോ അല്ലേ, നമ്മൾ നമ്മളുടെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന പ്രദേശത്ത് നിൽക്കുന്നിടത്ത് നിന്ന് നമ്മളെ ഒരു കടുവ വലിച്ചുകൊണ്ടുപോയി ഭക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള കാര്യമാണ്. എത്ര ദയനീയമായ ക്രൂരമായ മരണത്തിനാണ് മനുഷ്യർക്ക് കീഴടങ്ങേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് എത്ര കാലമായി ചിന്തിക്കുന്നു, എത്ര കാലമായി വാർത്തകളൊക്കെ കൊടുക്കുന്നു. പക്ഷേ നഷ്ടം, ജീവനഷ്ടം വീണ്ടും വീണ്ടും ഉണ്ടാവുകയുമാണ്. മലയോര മേഖലയിലുള്ള ജനങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാണ് ഇന്ന് അവിടെ നിന്ന് നാട്ടുകാർ പറയുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രതികരണങ്ങളിൽ ഒന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ഈ അപകടം എന്ന് പറയുന്നത് നാളെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നല്ലേ? മാധു, ഇത് ആദ്യമായിട്ട് നടക്കുന്നതൊന്നുമല്ല ഇങ്ങനത്തെ ഒരു അപകടം. 50-55 വർഷം മുൻപുണ്ടാക്കിയ നിയമമാണ്. കാലോചിതമായി അത് മാറ്റാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ആധുനിക സമൂഹം എന്ന് വിളിക്കുന്നത്, എന്ന് പറയുന്നത്? നിങ്ങൾ പറഞ്ഞ പോലെ വനം വകുപ്പിന് അവരുടെ കാര്യങ്ങൾ പറയാനുണ്ടാവും, മീഡിയയ്ക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ പറയാനുണ്ടാവും, ഉദ്യോഗസ്ഥർക്ക് വേറെയും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞങ്ങൾക്കറിയേണ്ടത് ജനിച്ച മണ്ണിൽ, വളർന്ന മണ്ണിൽ സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരാൻ നിങ്ങൾ ഈ പറയുന്ന പൊതുസമൂഹത്തിന്, ആധുനിക സമൂഹത്തിന് എന്ന് കഴിയും? അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. അതിനറിയാമോ, ഇന്ന് ഈ ക്യാമറ ആയിട്ട് വന്ന കുട്ടികളെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വിളിക്കാത്തത് പേടിച്ചിട്ടാണ്. ഞാൻ എന്നിട്ട് തൊട്ടടുത്ത് വീട്ടിൽ വന്നിട്ടാണ് ഈ ലൈവ് പരിപാടി ചെയ്യുന്നത്. എത്ര ഭീകരം എന്നറിയാമോ ഇവിടുത്തെ ഒരു ജീവിതം? നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ്. ഇനി ഞാൻ ഈ ലൈവ് പരിപാടിയും കഴിഞ്ഞിട്ട് പതിയെ ഓരോ 10 മീറ്റർ നടന്ന് ഒച്ച കേട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത്. നിങ്ങൾക്ക് പൊതുസമൂഹത്തിന് ദൂരെ നിന്ന് നോക്കിക്കാണുന്നതിനേക്കാൾ വളരെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഈ നിയമങ്ങൾ പ്രകൃതി നിയമമൊന്നുമല്ലല്ലോ മാറ്റാൻ നമുക്ക് കഴിയാതിരിക്കാൻ. ഇത് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയ ശേഷം കുറച്ച് മാധ്യമ ചർച്ചകൾക്ക് ശേഷം ഇത് കെട്ടടങ്ങും. ഇനി ഇതുപോലെ അടുത്ത അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങളെല്ലാവരും ബോധേഡാവുകയുള്ളൂ. നമുക്കറിയേണ്ടത് ഞങ്ങൾ ജനിച്ച് വീണ മണ്ണാണ്, ഞങ്ങൾ വളരുന്ന മണ്ണാണ്. 5 തലമുറയായിട്ട് ഞങ്ങളിവിടെ ജീവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയമില്ലാതെ നിങ്ങളെപ്പോലെയൊക്കെ ജീവിക്കാൻ പറ്റണം. അതിന് എന്ന് പറ്റുമെന്ന് മാത്രമാണ് ഞങ്ങൾക്കറിയേണ്ടത്. കാലോചിതമായി പരിഷ്കരിക്കാത്ത നിയമങ്ങളൊക്കെ വെച്ചിട്ട് പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പ്രകൃതി മാത്രമല്ലല്ലോ, മനുഷ്യനെയും കൂടി സംരക്ഷിക്കാൻ ഇവിടുത്തെ നിയമം ബാധ്യസ്ഥമല്ലേ? ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യമാണ് നമ്മൾ നിരന്തരം ഉന്നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ദിവസത്തെ വാർത്ത എന്നുള്ള നിലയ്ക്കല്ല മാതൃഭൂമി ന്യൂസ് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത്. നിരന്തരം എത്ര ദിവസം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യമുള്ളതാണ്. എല്ലാ ദിവസവും എന്നതുപോലെ തന്നെ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇനിയും മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് പറയാനുമുള്ളത്. തിരികെ വരാം അങ്ങിലേക്കും. ശ്രീ നിഷാന്ത്, കേൾക്കാമോ? ശ്രീ നിഷാന്ത്, ഇതിപ്പോ നാളെ മുതൽ കോൺഗ്രസിന്റെ ഒരു വലിയ റാലി ആരംഭിക്കുകയാണ്. ശ്രീ VS ജോയി അടക്കമുള്ള നേതാക്കൾ അതിൽ പങ്കെടുക്കുകയാണ്. ശ്രീ VD സതീശൻ അടക്കമുള്ളവരുണ്ട്. അപ്പോൾ ഇത് പക്ഷേ ഒരു രാഷ്ട്രീയ വിഷയം എന്നതിനപ്പുറത്ത് മലയോര മേഖല ആകെ വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യർക്ക്, അങ്ങ് കേരളത്തിന്റെ മുഴുവൻ നീളത്തിൽ മലയോര മേഖലയിൽ കിടക്കുന്ന മനുഷ്യരുടെ മുഴുവൻ പ്രശ്നവുമാണ്. ഇന്നിപ്പോൾ വയനാട് ഇത്രയും ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായതുകൊണ്ട് അവിടേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇടുക്കിയിലില്ലേ, എവിടെയാണ് ഇല്ലാത്തത്? കണ്ണൂരിലെ ആറളം ഫാമിൽ ആനപ്പേടിയിൽ ജീവിക്കുന്ന മനുഷ്യരില്ലേ? ഇങ്ങനെ പലയിടങ്ങളിൽ ഈ പ്രശ്നം നിരന്തരമാണ്. ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാം, ദീർഘകാല പരിഹാരം ഉണ്ടാകണം തുടങ്ങിയ കേട്ട് തഴമ്പിച്ച ചില വാക്കുകൾ മാത്രമാണ് മറുപടിയുള്ളത്. വനമന്ത്രിയുടെ മറുപടിയാണെങ്കിൽ ഈ പറയുന്നത് പോലെ എല്ലാ തവണയും എഴുതി വായിക്കുന്നത് പോലെയാണ്.
തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തെ ഞങ്ങൾ കാണുന്നത് ഒരു മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാധ എന്ന് പറയുന്ന സഹോദരി ഒരു സ്വകാര്യ തോട്ടത്തിൽ കൂലിപ്പണിക്ക് പോയ അവസരത്തിലാണ് ആ സഹോദരിയെ കടുവ പിടിച്ചു കൊണ്ടുപോയി ഏകദേശം 200 മീറ്ററോളം ദൂരം വലിച്ചിഴച്ച് വനാന്തർ ഭാഗത്ത് കൊണ്ടുപോയി അരുംകൊല ചെയ്യുന്നത്. സ്വകാര്യ തോട്ടത്തിൽ നിന്ന് ആ സഹോദരിയെ കൊണ്ടുപോയി അരുംകൊല ചെയ്തത്. നമ്മൾ ഓർക്കേണ്ടത്, നഷ്ടപ്പെട്ടത് നമ്മൾ പലതും ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളും വകുപ്പുകളുമൊക്കെ പല ന്യായങ്ങളും നിയമപരമായ ചില തടസ്സവാദങ്ങളുമൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അനീഷയ്ക്ക് നഷ്ടപ്പെട്ടത്, അനിലിന് നഷ്ടപ്പെട്ടത് അവരുടെ പ്രിയപ്പെട്ട മാതാവിനെയാണ്. അച്ചപ്പൻ എന്ന് പറയുന്ന സഹോദരന് നഷ്ടപ്പെട്ടത് അയാളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഒരു കുടുംബത്തിൻ്റെ അത്താണി കൂടിയായിരുന്ന ഒരു സഹോദരി നഷ്ടപ്പെടുമ്പോൾ തടസ്സവാദങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് എന്താണ് ശാശ്വത പരിഹാരമെന്ന കൂട്ടായ ശ്രമത്തെക്കുറിച്ചാണ് ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പൊതുരംഗത്തുള്ള ആളുകൾ ചിന്തിക്കുന്നത്. ഞങ്ങളിതിനകത്ത് തികച്ചും രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. നിരവധിയായ ഇത്തരത്തിലുള്ള ദാരുണമായ പശ്ചാത്തലങ്ങളെ അഭിമുഖീകരിച്ചും അതിജീവിച്ചും പ്രതിഷേധിച്ചും പ്രതികരിച്ചും മുന്നോട്ട് പോയ ഒരു ജനവിഭാഗത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. എനിക്ക് ശ്രീ മാധു നമ്മൾ സൂചിപ്പിക്കുന്നത്, വനത്തിൽ യഥേഷ്ടം പ്രജനനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിലേക്ക് തന്നെ ഞാൻ വരികയാണ്. ഒരു ഭാഗത്ത് അനസ്യൂതം പ്രജനനം നടക്കുന്നു. മനുഷ്യൻ്റെ പ്രജനനത്തെക്കുറിച്ച് ബോധവാന്മാരാക്കി ഒരു ഭാഗത്ത് ബോധവൽക്കരണം നടക്കുന്നു. കുടുംബാസൂത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ വനാന്തർ ഭാഗത്ത് നടക്കുന്ന അനസ്യൂതമുള്ള പ്രജനന പ്രക്രിയയെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് കണക്കെടുക്കാൻ പോലും നമ്മുടെ അധികാരവർഗത്തിന് സാധിക്കുന്നില്ല. വേണ്ട വിധത്തിൽ വന്യജീവികളെയും കാടും വേർതിരിക്കുക എന്ന വലിയ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഉണർന്നു പ്രവർത്തിക്കേണ്ട അധികാരികൾക്ക് അതിന് സാധിക്കുന്നില്ല. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട രാധ എന്ന സഹോദരി കൊല ചെയ്യപ്പെടുന്നത് നാട്ടിൻ പുറത്ത് സാധാ തോട്ടത്തിൽ നിന്നാണ്. 20 മീറ്ററെങ്കിലും ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ അടിക്കാട് കൂടി ക്ലിയർ ചെയ്തിരുന്നുവെങ്കിൽ, ഉത്തരവാദിത്തപ്പെട്ടവർ ആ പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ കടുവയുടെ വരവ് കാണാൻ ഈ സഹോദരിക്ക് സാധിക്കുമായിരുന്നു. എത്രയേറെ നിരുത്തരവാദപരമാണ് കേരളത്തിലെ വനം വകുപ്പ് എന്ന് പറയാതെ വയ്യ. ഉത്തരവാദിത്തപ്പെട്ട വടക്കേ വയനാടിൻ്റെ MLA കൂടിയായ ശ്രീ OR കേളു പറഞ്ഞു വെക്കുന്നത്, അദ്ദേഹം പറയുന്നത് നമ്മുടെ 72 നിയമത്തെക്കുറിച്ചാണ്. പരസ്പരം നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പരസ്പരം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ശ്രമിക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അദ്ദേഹത്തിന്റെ കൂടി ഈ നാടിന്റെ നേരവകാശികളായ ശ്രീ നിഷാന്തിലേക്ക് തന്നെ മടങ്ങി വരാം. അങ്ങയുടെ ആദ്യത്തെ അവസരമാണ്, ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ഞാൻ അങ്ങയിലേക്ക് തന്നെ മടങ്ങി വരാം. ഞാൻ ഒന്ന് ശ്രീ PV അൻവറിലേക്ക് പോയിക്കോട്ടെ. അദ്ദേഹം 8 മണി വരെ നമ്മളോടൊപ്പം ചർച്ചയിലുള്ളൂ. ശ്രീ PV അൻവർ, ഇപ്പോൾ ഈ മാനന്തവാടിയിൽ തന്നെയുള്ള വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അടിയന്തരമായി വേണം. 20 മീറ്റർ ദൂരം ഈ കാട് തെളിച്ച് കൃത്യമായ അതിർത്തി ഉണ്ടാക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് തന്നെ മാനന്തവാടിയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ കൊടുത്തിട്ട് 2 ദിവസമേ ഉള്ളൂ. ഈ പറയുന്ന ഭീഷണി ഇവരെ ആരെയും ബോധിപ്പിക്കാത്തതല്ല. ഈ പേടിയോ ഈ ഭീതിയോ ഈ പ്രശ്നങ്ങളോ ബോധിപ്പിക്കാത്തതല്ല. എന്തുകൊണ്ടാണ് ഈ നിസ്സംഗത? പിന്നീട് മാധു, ഇതിലൊന്നും നടക്കില്ല. ഇപ്പോൾ വെടിവെച്ച് കൊല്ലത്തൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. 1 കിലോമീറ്റർ സോളാർ വേലി അവരുണ്ടാക്കാൻ പോകുന്നില്ല. ഈ ആളുകളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അടിക്കാടുകൾ വെട്ടാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ ഈ മാസം തന്നെ 9 പേരെ ആന ചവിട്ടിക്കൊന്നത്. ഈ 9 സ്ഥലങ്ങളിലും ഈ പറയുന്ന മന്ത്രിയും ഈ ഗവൺമെൻറ്റും ഈ ഉദ്യോഗസ്ഥന്മാരും അവർക്ക് കൊടുത്തിരുന്ന ഉറപ്പുകൾ നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. 3 ആഴ്ചയായിട്ടുള്ളൂ, ഒരു 10-20 ദിവസമായിട്ടുള്ളൂ. ഞാൻ മാധുവിനോട് പറയാം, ഈ വിഷയത്തിൽ നന്നായിട്ട് ഇടപെടുന്നൊരു ഒരു മാധ്യമമാണ് മാതൃഭൂമി. നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് ഈ പറയുന്ന 9 ആന ചവിട്ടിക്കൊന്ന കേസിൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും കൊടുത്ത വാക്കുകളിൽ എത്ര എണ്ണം പാലിച്ചു നിങ്ങൾ പരിശോധിക്കണം. ഒന്നും നടക്കില്ല. ഇപ്പം അവിടുത്തെ ആ ഇഷ്യൂവിൽ നിന്ന് ആ ബോഡി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി മറവ് ചെയ്യുന്നത് വരെ പലതും പറയും. അപ്പം ഞാൻ തുടക്കം മുതലേ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. പശ്ചിമഘട്ടത്തിലെ ഈ പറയുന്ന വനമേഖലയിലെ പശ്ചിമഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ അവിടുന്ന് ഇറക്കി വിടണം. നിയമം അനുവദിക്കില്ല. നിയമത്തിൻ്റെ പ്രൊട്ടക്ഷനിൽ ആളുകളെ ഇറക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ്,
ഇത്തരത്തിലുള്ള വന്യജീവികളുടെ ആക്രമണത്തിന് വിധേയമായി കിട്ടുന്ന പണത്തിന് ഭൂമി എറിഞ്ഞു കൊടുത്ത് ജനങ്ങൾ ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ജനവാസ നിലനിൽപ്പില്ലായ്മ ചെയ്യുക, അതിലൂടെ പശ്ചിമഘട്ടത്തിൻ്റെ വനവ്യാപ്തി വർദ്ധിപ്പിക്കുക. ഈ ഇൻ്റർനാഷണൽ ലോബിയുടെ ഈ ഒരു താല്പര്യം രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കാണ് പശ്ചിമഘട്ടം വഹിക്കുന്നത്. നമുക്കറിയാം, അവിടെ ഓക്സിജൻ പ്രൊഡക്ഷൻ വർദ്ധിക്കണം ഈ ചൂട് നിയന്ത്രിക്കാൻ. അതിനു വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളുടെ ഇടപെടലുകൾ ഈ വിഷയത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിലുണ്ട്. അവരുടെ ലോബിയുടെ ഭാഗമാണ് ഈ പറയപ്പെടുന്ന മുഴുവൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മന്ത്രിയോട് നിങ്ങൾ ചോദിക്കണം. ഈ 1972 സെക്ഷൻ 11(1)A ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, ആ നിയമം അനുസരിക്കുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറായാൽ ഈ മാസം 9 ആനയെ വെടിവെച്ച് കൊല്ലാം. 9 മനുഷ്യരെയാണ് ആന കൊന്നിരിക്കുന്നത്. ആ 9 എണ്ണത്തെയും വെടിവെച്ച് കൊല്ലാൻ ഇവിടെ നിയമമുണ്ട്. ആ നിയമം ഇവിടെ ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. എത്ര കാലമായി ആളെ ഈ പൊട്ടന്മാരാക്കുന്നത്? ഇത് ജനങ്ങൾ അനുഭവിച്ച് തീരുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുക. ആ നയത്തിൽ ഈ ഗവൺമെന്റ് നിൽക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, കേരളത്തിലെ 19 വിഷയം കൂടിയായി മാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വർഷമൊക്കെയാണ്. സാധാരണഗതിയിലാണെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർക്ക് തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്. എന്നിട്ട് അതിൽ ഇടപെടാതെ ഇരിക്കുന്നു എന്ന് ആരോപിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അല്ല, അവർക്ക് അതിന്റെ ഡെപ്ത് അറിയുന്നില്ല. ഈ മന്ത്രിയുടെ സ്ഥിതി എന്താ ഞാൻ പറയണോ? ഇപ്പോ വനനിയമ ഭേദഗതി ബില്ലിപ്പോ സഭയിൽ വന്നല്ലോ. എന്തേ സഭയിൽ നിന്ന് പിൻവലിച്ചത്? ശക്തമായ സമരം ഉണ്ടായി, പ്രതിഷേധം ഉണ്ടായി, എൻ്റെ MLA ഷിപ്പ് അടക്കം പോയി, നിങ്ങൾക്കറിയാം. എന്നിട്ട് മന്ത്രി ഇപ്പോൾ സഭ നടക്കുമ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. ഇതിൽ ഇത്ര വലിയ മനുഷ്യരഹിതമായ നിയമങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞങ്ങളത് പിൻവലിച്ചില്ലേ? അതുകൊണ്ട് ഈ സർക്കാർ ജനങ്ങളൊപ്പമല്ലേ എന്ന ചോദ്യം. ആ ചോദ്യത്തിൽ നിന്ന് എന്താ മനസ്സിലാവേണ്ടത്? ഇത്ര ജനവിരുദ്ധമായ ഭേദഗതി അതിലുണ്ട് എന്ന കാര്യം ഈ മന്ത്രി ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഈ ഭേദഗതി വായിച്ചിട്ടില്ല, അത് കണ്ടിട്ടില്ല. ഇത്തരത്തിലുള്ള വനമന്ത്രിയും ഡിപ്പാർട്ട്മെൻറ്റും ഇരിക്കുമോ? എന്ത് നീതിയാണ് മാധു ഈ കേരളത്തിലെ ഈ മലയോര മേഖലയിൽ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക? അതൊരു ചോദ്യമാണ്. ശ്രീ PV അൻവർ ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന്. ഇത് ഏറ്റവും അടിയന്തരമായി, ഏറ്റവും പ്രാഥമികമായി നമ്മൾ പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, പലയിടങ്ങളിൽ ജീവിക്കുന്നു, പല സാഹചര്യങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതിലൊരു വലിയ വിഭാഗം നമ്മുടെ സഹജീവികൾ നിരന്തരം ഈ ഭീതിയിൽ അവരവരുടെ പ്രിയപ്പെട്ടവർ അറ്റുപോകുന്നതിന്റെ വേദന കണ്ടുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിന് പരിഹാരവും വേണ്ടതാണ്. കെ റഫീഖ്, അങ്ങ് വയനാട്ടുകാരുടെ അവസ്ഥ അങ്ങേ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങേക്ക് അവിടെ വിഭജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ പ്രശ്നങ്ങൾ നിരന്തരം കാണുന്ന ഒന്നാണ്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പറയുന്നതോ അറിയുന്നതോ ആയ കാര്യങ്ങൾ അങ്ങേക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. ഇതിലൊരു അവിശ്വാസത്തിന്റെ പ്രശ്നം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നേരത്തെ മന്ത്രി തന്നെ നമ്മളോട് പറയുകയാണ്. ആ വിശ്വാസം പരിഹരിക്കേണ്ടത് ആരാണ്, ശ്രീ കെ റഫീഖ്? അല്ല, തീർച്ചയായും ഈ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. അത് പരിഹരിക്കേണ്ടപ്പെടേണ്ടത് തന്നെയാണ്. അത് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ആ ഉത്തരവാദിത്തം ആരൊക്കെ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, വനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വനം എന്ന് പറയുന്നതെല്ലാം കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്നതാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അതിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുക. ഇപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം 1972 വന്യജീവി സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. ആ നിയമത്തെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ ഏത് സർക്കാരുകൾക്കും പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുള്ളൂ. സംസ്ഥാന സർക്കാർ അതിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട്, ആ നിയമത്തിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് സാധ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ആ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരു അരമണിക്കൂർ പിന്നിടുകയാണ്. നമ്മളോടൊപ്പം മുൻ MLA ശ്രീ PV അൻവർ ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന വനനിയമത്തിൽ തന്നെ അതിന്റെ 11-ാം സെക്ഷനിൽ പറയുന്ന കാര്യം, മനുഷ്യജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ ഇല്ലാതെയാക്കാം, വെടിവെച്ച് കൊല്ലാമെന്ന് ആ നിയമവും നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ശ്രീ PV അൻവർ നേരത്തെ പറയുകയായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന ചവിട്ടി മരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ മനുഷ്യർ. വെടിവെച്ച് കൊല്ലാം, ഈ പറയുന്ന കടുവയെ വെടിവെച്ച് കൊല്ലാം.
അപ്പോൾ അതിനൊന്നും നമ്മൾ മെനക്കെടുന്നില്ലല്ലോ. അപ്പോഴും നമ്മൾ ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കുന്ന ചില നിയമങ്ങളും അതിന്റെ വ്യാഖ്യാനവും കൊണ്ട് നിൽക്കുകയല്ലെന്ന്. ഇപ്പം ആനയെ വെടിവെച്ച് കൊല്ലണം, കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന് മാതൃഭൂമി ന്യൂസ് പറഞ്ഞു എന്ന് പറഞ്ഞ് നാളെ മൃഗസ്നേഹികളുടെ വലിയ മാർച്ചും ധർണയും ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. മാതൃഭൂമി ന്യൂസ് പറയുകയല്ല, ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പല മേഖലയിലുള്ള ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞ ആവശ്യം, ആ വാദം മുന്നോട്ട് വെക്കുകയാണ്. ശ്രീ കെ റഫീഖ്. അല്ല, ഞാനതും പറഞ്ഞോട്ടെ. അതായത് ഇവിടെ ഇപ്പം ഈ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്നതിൽ തന്നെ വളരെ കൃത്യമായുള്ള മാനദണ്ഡങ്ങൾ പറയുന്നുണ്ടതിൽ. നമ്മൾ വെറുതെ വാദത്തിന് വേണ്ടിയോ വൈകാരികമായ വിഷയത്തെ പറഞ്ഞാൽ വൈകാരികം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. വയനാട്ടുകാരൻ എന്ന നിലയിൽ ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ആൾ തന്നെയാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾക്ക് ജനങ്ങളുടെ വികാരത്തെ വളരെ കൃത്യമായി അറിയുകയും ചെയ്യാം. ഞാൻ പക്ഷേ പറയട്ടെ, ഇതിൽ ഈ നിയമത്തിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെ വെടിവെച്ച് കൊല്ലാൻ പറ്റും. ഇത് നരഭോജി എന്ന് കണക്കാക്കുന്ന രൂപത്തിലേക്ക് ചില മാനദണ്ഡങ്ങൾ പറയുന്നു. ആ മാനദണ്ഡം ഉണ്ടാകുമ്പോൾ മാത്രമേ വെടിവെച്ച് കൊല്ലാൻ സാധിക്കൂ. ആ നരഭോജിയായി ഞാൻ പറയട്ടെ താങ്കൾ പറയല്ലേ, താങ്കൾ പറയുന്നത് മാത്രം ആണ് ശരിയെന്ന് കരുതല്ലേ. ഞങ്ങളെല്ലാം ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. ഞാൻ താങ്കൾ പറയുമ്പോൾ ആരും മറ്റാരും സംസാരിച്ചിട്ടില്ലല്ലോ. ഇവിടെ ഈ ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ തന്നെ ഈ സംഭവത്തിൽ നരഭോജി എന്നായി കണക്കാക്കുന്നതിൻ്റെ ഭാഗമായി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനിപ്പായല്ലോ. അതുപോലെ നരഭോജിയായി കണക്കാക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റുള്ളൂ. ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ഞങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്ന അഭിപ്രായം 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നാണ്. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല? നിയമസഭ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം എല്ലാവരും ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് അവിടെ പ്രമേയം പാസാക്കി കേന്ദ്രത്തിൽ സമർപ്പിച്ചു. എന്നാൽ ആ കാര്യത്തിലൊരു തീരുമാനം ഇതുവരെ ഉണ്ടാവുന്നില്ല. തീരുമാനം നേടിയെടുക്കേണ്ടത് MP ആണ്. വയനാടിൻ്റെ MP എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. വയനാടിൻ്റെ MP എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരാളല്ല. കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട നേതൃത്വത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷം രാഹുൽ ഗാന്ധി MP ആയിരുന്നു. ആ വർഷം ആ നിലയിൽ ഇടപെടൽ പാർലമെൻറ്റിൽ പോലും ഒരു തവണ പോലും ഈ കാര്യം ഉന്നയിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയാണുള്ളത്. അവരുടെയും ഇതുവരെയുള്ള അനുഭവത്തിലുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ആ നിലയിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പാർലമെൻറ്റിൽ ഇത് ഉന്നയിച്ചുകൊണ്ട് ഈ നിയമ ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടി വയനാട്ടിൽ MP-ക്ക് സാധിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിക്കുന്നില്ല. പിന്നെ ഇതിന് ആവശ്യമായ സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള ചില പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചു. 620 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ച് കേന്ദ്രത്തിൽ സമർപ്പിച്ചു. എന്നാൽ ആ പദ്ധതിക്ക് പോലും അംഗീകാരം നൽകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ട്. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് സാധ്യമാകുന്ന ഇടപെടലുകൾ ഫെൻസിംഗ് ആയും മറ്റു കാര്യങ്ങളുമായി ഇത് കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നെ വെടിവെച്ച് കൊല്ലുക എന്നത് തന്നെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വലിയ രൂപത്തിലുള്ള വർധന വരുമ്പോൾ അതിന് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം. അല്ലാത്ത പരിഹാരം നമ്മുടെ മുമ്പിലില്ല. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എണ്ണം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ എണ്ണം വർദ്ധിക്കുന്നത് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിയമം നമ്മളെ തടസ്സം നിൽക്കുകയാണ്. 72 നിയമപ്രകാരം ഇവിടെ പറഞ്ഞതുപോലെയല്ല. ഈ നിയമപ്രകാരം അത് കൃത്യമായ മാനദണ്ഡം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചുള്ള നിയമത്തിൽ പറയുന്ന ചില ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് സാധ്യമാകാത്ത ഒരു കാര്യമുണ്ട്. അത് മനുഷ്യന് നഷ്ടപ്പെടുത്ത ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത താണ് എന്നുള്ളതാണ്. ഇപ്പോൾ വൈകാരികമെന്നോ മറ്റുള്ളതൊക്കെ വിളിക്കാം, പക്ഷേ കരച്ചിൽ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും എനിക്കും അങ്ങേക്കും ബുദ്ധിമുട്ടുള്ള ഒന്നാണല്ലോ. ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് ഈ നിലവിളിയാണ്, മനുഷ്യന്റെ കണ്ണീരാണ്, അവന്റെ ജീവന്റെ അവസ്ഥയാണ്. ആ സമയത്താണ് നമുക്ക് ഈ കടിച്ചാൽ പൊട്ടാത്ത നിയമങ്ങൾ ഉള്ളത്. അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ശ്രീമതി മാധു പറഞ്ഞ അതേ അഭിപ്രായം എനിക്കുള്ളത്. മനുഷ്യന്റെ വികാരം എന്ന് പറയുന്നത്, മനുഷ്യന്റെ പ്രയാസം എന്ന് പറയുന്നത് ചെറുതല്ല. വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്ന ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ്. യാതൊരു സംശയവുമില്ല. വയനാട്ടിലെ ഒരുപാട് ജനങ്ങൾ ഇതിൻ്റെ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. ഈ ജീവന് ഭീഷണി, സ്വത്തിന് ഭീഷണി, കൃഷിയിടത്തിന് ഭീഷണി, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തൊരു നിയമം നിലനിൽക്കുകയാണ്. ഞങ്ങൾ ഉണ്ടാക്കിയ നിയമമല്ല. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ നിയമമാണ്. ഇപ്പോൾ BJP ഭരിക്കുമ്പോഴും അതേ നിയമം ആ നിലയിൽ ഫോളോ ചെയ്യുന്നു. ഈ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട്, പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിന്റെ നിയമസഭാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് പ്രമേയം പാസാക്കിയത്. പക്ഷെ ആ നിയമത്തിൽ മാറ്റം വരുത്താതെ എന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക? ആ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിവിടെ സമയമുണ്ടെങ്കിൽ വിശദീകരിക്കാൻ എനിക്ക് മടിയില്ല. കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്ന ഈ നിയമത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇത് പരിഹരിക്കാൻ ആവശ്യമായ സാധ്യമാവുന്ന ഇടപെടൽ നടത്തിയതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എനിക്ക് പറയാൻ വേണ്ടി കഴിയും. ആരോപിക്കാനുള്ള സമയവും ഇതല്ല, സന്ദർഭവും ഇതല്ല. അത്തരം ആരോപണങ്ങളൊന്നും നമുക്ക് മുന്നോട്ട് വെക്കാനും കഴിയില്ല. പക്ഷെ
ഇതിന്റെ ബേസിക് പ്രശ്നം ശ്രീ റഫീഖിന് മനസ്സിലാവുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. കേന്ദ്രം എന്ത് പറയുന്നു, കേരളം എന്ത് പറയുന്നു എന്നുള്ളതല്ല വയനാട്ടുകാരുടെ അടിസ്ഥാനമായ പ്രശ്നം, അവന്റെ ജീവനും സ്വത്തുമാണ് എന്നുള്ളത് അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നിരന്തരം അങ്ങോട്ട് ഉന്നയിക്കുകയല്ല, ഞാൻ അതിന്റെ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു പോവുകയുമാണ്. ശ്രീ നിഷാന്ത് അങ്ങേക്ക് കേൾക്കാമെന്ന് വിചാരിക്കും. ഞാൻ ഇടയ്ക്കൊന്ന് വരാൻ ശ്രമിച്ചിരുന്നു കേട്ടോ, പക്ഷേ സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു. ശ്രീ നിഷാന്ത്, സംസ്ഥാന സർക്കാർ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. നിയമവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും വന്യജീവികളുമായുള്ള നിയമവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു മുട്ടാപ്പോക്ക് നമുക്ക് അറിയാവുന്നതാണ്. അത് ഈ കരിങ്കല്ല് പോലെ നിൽക്കുകയാണ്. അതിലൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമ്പോഴും ഇതിന് ആത്യന്തികമായ പരിഹാരം കാണേണ്ടത് നിയമ ഭേദഗതിയിലൂടെയാണ് എങ്കിൽ കേരളം ഒറ്റ മനസ്സോടുകൂടി, ഇപ്പം നമ്മൾ പല നിയമങ്ങൾക്കെതിരെയും പല കേന്ദ്ര തീരുമാനങ്ങൾക്കെതിരെയും ഒക്കെ സാധ്യമല്ലാതിരുന്നിട്ട് കൂടി, സാധ്യമല്ല ആകില്ല എന്നറിയാവുന്ന ആയിട്ട് കൂടി രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക് അത് വരണം എന്ന രീതിയിൽ നിയമപ്രക്രിയയുമായി നടപടിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ പൊതു ആവശ്യമാണ്. ശ്രീ നിഷാന്ത്, തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് തുടക്കത്തിലേ സൂചിപ്പിച്ചു, ഞങ്ങൾ ഈ വിഷയത്തെ ഒരു മനുഷ്യപ്പറ്റിൻ്റെ വിഷയമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ ഈ വിഷയത്തിലെ രാഷ്ട്രീയവും മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമാണ്. എൻ്റെ പ്രിയപ്പെട്ട CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ച് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് 72-ലെ കോൺഗ്രസ് ഗവൺമെൻറ്റിനെ കുറിച്ചാണ്. കോൺഗ്രസ് ഗവൺമെൻറ് നടപ്പിലാക്കിയ ആ 72-ലെ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനുശേഷം കാലാനുസൃതമായ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് സംശയമില്ല, ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ നിരവധി തവണ 2 തവണകളിലായി കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിനെ പിന്തുണച്ചവരാണ്, പാതി വഴിയിലിട്ട് പോയവരാണ്, പിന്നെയും പിന്തുണച്ചവരാണ് CPIM എന്ന് പറയുന്നത്. അവരിപ്പോൾ ഈ നിയമത്തിൻ്റെ പഴുതുകളെക്കുറിച്ച് പറയാതെ നേരെ മറിച്ച് സാധ്യമായത് എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് പ്രിയപ്പെട്ട CPM ജില്ലാ സെക്രട്ടറിയുടെ പാർട്ടിയുടെ ജനപ്രതിനിധിയാണ് ആ പ്രദേശത്തുള്ള പാത്തുമ്മ ടീച്ചർ. അവർ ഈ കഴിഞ്ഞ ദിവസം ഗ്രാമസഭയിൽ പ്രമേയം പാസാക്കി. ആ പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തി ബഹുമാനപ്പെട്ട DFOയ്ക്ക് കത്ത് കൊടുത്തിരിക്കുന്നത് 21/1/2025 കത്ത് കൊടുത്തിരിക്കുകയാണ്. ആ സഹോദരി അവിടുത്തെ ആളുകൾക്ക് വേണ്ടി, അവിടുത്തെ പൊതു രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ ചേർന്നുകൊണ്ട് DFOയെ കൂട്ടമായി കണ്ടു. അന്ന് മുതലെങ്കിലും ശക്തമായൊരു പെട്രോളിങ്ങും അടിക്കാട് വെട്ടലും അതോടൊപ്പം തന്നെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് ഈ കടുവയെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് രാധ എന്ന സഹോദരിയെ നമുക്ക് നഷ്ടപ്പെടില്ല. ഇവിടെ നമുക്കെല്ലാവർക്കും, നമ്മളൊക്കെ ചർച്ചകളിൽ പങ്കെടുക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനിലിന് ഇനി അമ്മയില്ല, അനീഷയ്ക്ക് ഇനി പ്രിയപ്പെട്ട അമ്മയില്ല, അച്ചപ്പൻ എന്ന് പറയുന്ന സഹോദരന് ഭാര്യയില്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇവിടെ വനനിയമങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തർക്കിക്കേണ്ട സമയമായി ഞാനിതിനെ കാണുന്നില്ല. നേരെ മറിച്ച് ഇപ്പോഴും നടക്കുന്നത്, ഇപ്പോൾ ബഹുമാനപ്പെട്ട വകുപ്പ്, ഇവിടെ പട്ടികവർഗ വകുപ്പ് മന്ത്രി കേളുവട്ടൻ ഇവിടെ സൂചിപ്പിച്ചത് വനം വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയോട് കൂട്ടി വായിക്കേണ്ട സാഹചര്യമുണ്ട്. നമുക്കറിയാം വനം വകുപ്പ് മന്ത്രിയുടെ സ്ഥിതി എന്താണ്. കേരളത്തിൽ ഒരു വനം വകുപ്പുണ്ട് എന്ന് നമുക്കെപ്പോഴാണ്, ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക് പ്രിയപ്പെട്ട മാധുവിനോട് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾക്ക് വനം വകുപ്പുണ്ട് എന്ന് തോന്നുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ശീതീകരിച്ച വാഹനത്തിൽ വനം വകുപ്പിൻ്റെ ബോർഡും വെച്ച് കാക്കിധാരികൾ പോകുമ്പോഴാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബോധമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഞങ്ങൾക്കൊരു സുരക്ഷയുണ്ട് എന്നുള്ള ബോധമോ ചിന്തയോ പകരാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി ഇവിടെ വനം വകുപ്പിന് സാധിക്കുന്നില്ല. ഞങ്ങളുടെ വീടുകളിൽ വന്ന് ആളുകളെ കൊന്നു പോവുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാലികദ്രയിലെ അജീഷ് മരിച്ചിട്ട് ഫെബ്രുവരി മാസം 8-ാം തീയതി ഒരു വർഷം പൂർത്തിയാവുക. നമ്മുടെ പല പ്രഖ്യാപനങ്ങളും അസ്ഥാനത്തല്ലേ. പ്രിയപ്പെട്ട പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായ മാനന്തവാടിയിൽ അജീഷിൻ്റെ ഭാര്യയ്ക്ക് താൽക്കാലിക നിയമനമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പോലും ആ ഒരു സഹോദരിക്ക് ഒരു ജോലി കൊടുക്കാൻ ഈ പട്ടികവർഗ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ മിനിറ്റ്സ് തയ്യാറാക്കിയ, മുൻ കലക്ടർ ഉൾപ്പെടെ തയ്യാറാക്കിയ മിനിറ്റ്സ് എടുത്ത് പരിശോധിക്കാനും അത് ചർച്ചയ്ക്ക് വെക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ആ രാഷ്ട്രീയപരമായി ഇതിനെ ഒന്നും കാണാനില്ല. നേരെ മറിച്ച് ഇങ്ങനെ ചില രാഷ്ട്രീയം പറയാതെ പറയുമ്പോൾ ചിലത് പറഞ്ഞു പോകാതെ വയ്യ. ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ കുടുംബത്തിൽ രാധ എന്ന സഹോദരി മരിച്ചു കിടന്നപ്പോൾ അവിടുത്തെ തോട്ടം തൊഴിലാളികൾ, ചപ്പ് നുള്ളാൻ പോയവർ, തൊഴിലുറപ്പുകാർ വിതുമ്പി വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. ആദ്യം മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. നാളെ ഞാനാണോ എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. ഇര തേടി വരുന്ന ഒരു വന്യമൃഗം സ്വാഭാവികമായും ആ ഇര കിട്ടുന്ന ഇടത്തേക്ക് നാളെയും കടന്നു വരും എന്നുള്ളത്. ആ ഇര എന്ന് പറയുന്നത് നമ്മളിലൊരാളാണ്, ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ.
അവസ്ഥ എന്ന് പറയുന്നത്. അവിടെയുള്ള മനുഷ്യർ ഇന്നുറങ്ങുമോ, നാളെ ഉറങ്ങുമോ, വാതിലൊന്ന് തുറന്നിടുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അതിന് പരിഹാരം കാണേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് ജോണി കെ ജോർജ്, ഇപ്പോൾ അങ്ങ് നേരത്തെ ഉന്നയിച്ച കാര്യത്തിന് ശ്രീ റഫീഖ് ഇവിടെ മറുപടി പറയുന്നത് അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഈ നിയമത്തിന്റെ കാഠിന്യം കൊണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും സർക്കാരും സംവിധാനവും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഇതിപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞു പരിസ്ഥിതി തീവ്രവാദത്തിനെതിരെ മലയോര മേഖല പ്രതികരിക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഈ പറയുന്ന മലയോര മേഖലയിലെ ജനങ്ങൾക്ക് അവനവന്റെ അന്നത്തെ അന്നം കണ്ടുപിടിക്കുക എന്നുള്ളതാണോ, അതോ ഈ പറയുന്ന നിയമ ഭേദഗതിക്ക് വേണ്ടി കൊടി പിടിക്കുക എന്നുള്ളതാണോ സാധ്യമാകുന്നത്? അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ കൂടി ഇറങ്ങിച്ചെന്നുകൊണ്ട് വേണം നമ്മളത് കാണാൻ. ഇതിൽ വളരെ ഗൗരവതരമായ തെറ്റിദ്ധരിപ്പിക്കൽ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഒന്ന് ശ്രീ റഫീഖ് പറഞ്ഞതിനോട് ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. തെറ്റാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നിയമമല്ല. നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഗൈഡ് ലൈൻസിന് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആരാണ് ഈ മന്ത്രിയെ ഉൾപ്പെടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ ഉൾപ്പെടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ് ഈ നാട്ടിലെ നിയമമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് ആരാണ്? അത് വിശ്വസിച്ചുകൊണ്ട് ജനവിരുദ്ധമായിട്ട് സംസാരിക്കാൻ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഇന്ന് സംസാരിച്ചതും ഇത് തന്നെയാണ്, ഇതേ വാക്കുകളാണ്. ഈ വാക്കുകൾ ഇവർക്കാരാണ് പകർന്നു നൽകുന്നത്? എൻ്റെ ശ്രീ കെ റഫീഖ് പറഞ്ഞു സെക്ഷൻ 11 നരഭോജി എന്ന് പറയണം, അതായത് മാൻ ഈറ്റർ എന്ന് ഫൈൻഡ് ചെയ്യണമെന്ന് സെക്ഷൻ 11 എവിടെയാണ് മിസ്റ്റർ റഫീഖ് പറയുന്നത്? ഞാനത് വായിച്ചു കേൾപ്പിക്കുക. സെക്ഷൻ 11 അതിങ്ങനെയാണ് പറയുന്നത്: Notwithstanding anything contained in any other law for the time being in force and subject to the provisions of Chapter 4, the Chief Wildlife Warden may, if he is satisfied that any wild animal specified in Schedule 1 has become dangerous to human life or is so disabled or diseased as to be beyond recovery, by order in writing and stating the reasons thereof, permit any person to hunt such animal. Hunt such animal. Shoot എന്ന് പോലും പറയുന്നില്ല. ഹണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് വേറെയാണ്. ഞാൻ അതിലേക്ക് വരാം. Such animal or cause any such animal to be hunted. എവിടെയാണ് മാൻ ഈറ്റർ എന്ന് പറയുന്ന, അല്ലെ നരഭോജി എന്ന് പറയുന്ന വാക്ക് പറഞ്ഞിട്ടുള്ളത്? പിന്നെ അതിൻ്റെ പ്രൊവിസോ, ഈ പ്രൊവിസോ അവൻ്റെ 2003 1972 വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കുമ്പോൾ പറഞ്ഞത് മനുഷ്യജീവന് അപകടകരമാണ് എന്ന് തോന്നിയാൽ മാത്രം മതി. ഇപ്പോൾ ഒരു ടൈഗർ അത് അതിൻ്റെ ജന്മനാ തന്നെ, അല്ലെങ്കിൽ ഒരു കടുവയോ അല്ലെങ്കിൽ ഒരു പുലിയോ ഒക്കെ ജന്മനാ തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ അത് മനുഷ്യജീവൻ അപകടകരമാണ്. നിങ്ങൾക്കറിയാമല്ലോ 2024 ഫെബ്രുവരി മാസത്തിൽ അജീഷിൻ്റെ മരണം, പടനിലത്തെ അജീഷിൻ്റെ മരണം, അവിടെ കൊടുത്ത വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് എന്ത് മുന്നോട്ട് പോയി? ഇവിടെ ഏറ്റവും പ്രധാന പ്രശ്നം ആരാണ് കണ്ണു തുറക്കേണ്ടത് എന്ന് ശ്രീമതി മാധു ചോദിക്കുകയുണ്ടായി മിനിസ്റ്ററോട്. ആരാണ് കണ്ണു തുറക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, ഗൗരവതരമായ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുന്ന വനം വന്യജീവി വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്ന വാക്കുകൾക്ക് മാത്രം ജനപ്രതിനിധികൾ ചെവി കൊടുക്കുന്നു. ഇവിടെ നിയമം നിർമ്മിക്കാൻ യാതൊരു അവകാശവും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കില്ല. അവർ നിർമ്മിക്കുന്ന നിയമം അവർ നടപ്പിലാക്കുന്നു. അവരുടെ ഗൂഢതന്ത്രങ്ങൾ, അവർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഗൂഢാലോചനയ്ക്ക് വേണ്ടി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വവും ജനപ്രതിനിധികളും വശംവദരായി പോകുന്നു. നിങ്ങൾ ഈ ജനങ്ങളെ ഒന്ന് വിശ്വാസത്തിലെടുക്കൂ. നിങ്ങൾ ഈ നിയമം ഒന്ന് തുറന്ന് വായിക്കാൻ തയ്യാറാകൂ. ആർട്ടിക്കിൾ 30-ൻ്റെയും ആർട്ടിക്കിൾ 21-ൻ്റെയും, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മുകളിലേക്ക് എവിടെയാണ് എക്സിക്യൂട്ടീവ് ഓർഡറിന് സ്ഥാനം? ഇനിയും അതും പോകട്ടെ, വന്യജീവി സംരക്ഷണ നിയമം നിർമ്മിച്ചിരിക്കുന്നത് DPSPയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 51A അടിസ്ഥാനത്തിലാണ്. ഭേദഗതി ചെയ്ത് ചേർത്ത ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതല്ലാതെ അതൊന്നും ഫണ്ടമെന്റൽ റൈറ്റ്സിന് മുകളിലേക്ക് പോകില്ല. ഇവിടെ ജീവിക്കാനുള്ള അവകാശത്തിന് മുകളിലേക്ക് കളവും കൃത്രിമവുമായിട്ടുള്ള നിയമത്തിൻ്റെ നൂലാമാലകൾ പറഞ്ഞുകൊണ്ടാണ് ഈ കടുവയെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനോ ട്രാങ്കുലൈസ് ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ അനുവാദമില്ല എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറുഭാഗത്ത് നിൽക്കുന്നത് കഴിവും പ്രാപ്തിയും ശക്തരും വിദ്യാഭ്യാസമുള്ളവരും അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ വളരെ വലിയ ഇൻഫ്ലുവൻസ് ഉള്ളവരുമായ ആൾക്കാർ ഒരു വശത്ത്, അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത, ഒരു നിയമം വായിച്ചാൽ മനസ്സിലാക്കാൻ പോലും കഴിവും പ്രാപ്തിയും ഇല്ലാത്ത സാധാരണ മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്. അവർ മറുഭാഗത്ത്. മാധവദേഹം ചോദിച്ചതുപോലെ തന്നെ ഇവർക്ക് സമരം ചെയ്യാനാണോ സമയം, നിയമം പഠിക്കാനാണോ സമയം? ഞാൻ പറയുന്നൊരു ഒറ്റ കാര്യമേ ഉള്ളൂ.
മലയോര മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ, മലയോര മേഖല മാത്രമല്ല, വനം വകുപ്പ് വളരെ ശക്തമായിട്ടുള്ള അധികാരത്തിന്റെ ഇടനാഴികളിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വലിയ ഇടപെടലുകൾ നടക്കുന്നു. അതിന് തൃശ്ശൂരിലെ പാവർട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പുഴയെ പോലും വനമായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. പുഴയെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ശരി, ഞാൻ കേട്ടു അഡ്വക്കേറ്റ് ജോണി ജോർജ്. അപ്പോൾ മനുഷ്യന് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത്. അതിന് പരിഹാരം കാണാൻ കഴിയുന്ന, നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പല കാര്യങ്ങളിൽ നിയമ പോരാട്ടത്തിന് പോകാറുണ്ട്. അങ്ങനെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും തടസ്സം നിൽക്കുന്ന, അത് സംരക്ഷിക്കാൻ കഴിയാത്ത നിയമവ്യവസ്ഥ ഈ രാജ്യത്തുണ്ട് എങ്കിൽ, അത് നമ്മുടെ സംസ്ഥാനത്തെ സാഹചര്യത്തിന് വിരുദ്ധമാണ് എങ്കിൽ, നമുക്ക് പ്രതിസന്ധി ഉണ്ട് എങ്കിൽ, മറ്റേതിനേക്കാളും അപ്പുറത്ത് അതിനെ നേരിടാൻ സംസ്ഥാനം ഒറ്റക്കെട്ടായി പോകേണ്ടത് പ്രമേയം പാസ്സാക്കുന്നതിൽ അവസാനിക്കുന്നതല്ല ഉത്തരവാദിത്തം എന്നുകൂടി വിചാരിക്കും. ശ്രീ ബാബു, ഇപ്പോൾ മലയോര മേഖലയിൽ ഒരു ജീവൻ നഷ്ടമാകുമ്പോൾ 10 ലക്ഷം രൂപ, ഇപ്പോൾ 11 ലക്ഷം രൂപ, വീട്ടിലൊരാൾക്ക് ജോലി എന്നുള്ളതാണ് വാഗ്ദാനം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഈ 10 ലക്ഷം രൂപയുടെ വിലയുള്ള, ഒരു സർക്കാർ ജോലിയുടെ വിലയുള്ള ചില മനുഷ്യർ, ജീവന്റെ വിലയാണ് കേട്ടോ ഞാൻ പറയുന്നത്, അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് ഇന്ന് അവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അത്രമാത്രം സംവിധാനം വിലയിട്ട ചില മനുഷ്യ ജീവനുകൾ എന്ന്. മധു, ഇവിടെ സംസാരിച്ച ചില പാനലിസ്റ്റുകളുള്ള കുറെ രാഷ്ട്രീയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഈ സമയത്തൊക്കെയാണ് ഇവരിങ്ങനെ ഭയങ്കര സഹതാപം തോന്നുന്നു ഇവരോടൊക്കെ. കാരണം വെച്ചാൽ ഇവർക്കെല്ലാം ഇതൊക്കെ പറഞ്ഞ് സ്വസ്ഥമായി വീട്ടിൽ പോകാൻ കഴിയും. പക്ഷെ ഒരു നരഭോജി വിലസുന്ന നാട്ടിൽ സമയം 8:30 അടുക്കുന്നു, ജീവിക്കുക എന്നുള്ളത് ഭയങ്കര ഭീകരമാണ്. ഈ ആദ്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല. വയനാട്, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യരും വന്യജീവികളും പോരടിക്കുന്ന തിരുനെല്ലി പഞ്ചായത്തിന്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഈ പഞ്ചാരക്കൊല്ലി. ഇവിടെ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ ചെറിയ വർധനവൊന്നും അല്ല വന്നത്, വലിയ വർധനമാണ് വന്നിട്ടുള്ളത്. ഞങ്ങള് ഒരു വിലപേശൽ ശക്തിയൊക്കെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഒന്നാന്തര വോട്ട് ബാങ്കൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഇതിനൊക്കെ കൃത്യമായി ഒരു പരിഹാരം ഉണ്ടാകുമായിരുന്നു. കാരണം ഇവരെ സംബന്ധിച്ച് ഇപ്പം ഇതുപോലൊരു ചർച്ച നടത്തി, അല്ലെങ്കിൽ നിയമസഭയിലെ 2 ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇതോടെ ഇത് തീരും. പിന്നെയും അടുത്ത ഒരു മനുഷ്യ ജീവനും നഷ്ടപ്പെടും. ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഞങ്ങൾക്കേ അറിയുള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ ഈ 50 കൊല്ലമായിട്ടും ഈ നിയമത്തെ ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് പിന്നിൽ ഒറ്റ കാരണമുള്ളൂ. ഇതിൻ്റെ ഇരകളായ ഞങ്ങൾ സംഘടിത വോട്ട് ബാങ്കല്ല, വിലപേശൽ ശക്തിയല്ല. ഇതായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ പറയുന്ന നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്തിയാനെ. പിന്നെ പറയുന്നുണ്ട് ഈ നിയമം അനുസരിച്ച് അങ്ങനെയാണ്, ഞങ്ങൾ കാട് വെട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ ചില ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടു. സ്പേസ് ഡോക്കിങ് നടത്തുന്ന രാജ്യമാണ് നമ്മൾ, സ്പേസ് ഡോക്കിങ്. എന്നിട്ട് നമുക്ക് ഈ കാടും ഗ്രാമവും തമ്മിൽ കൃത്യമായിട്ട് ഒരു അതിർവരമ്പ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് സയൻസ്, എന്ത് ടെക്നോളജി? ഞങ്ങൾക്ക് അങ്ങനെ ഇത് ഒത്തിരി ആവശ്യങ്ങൾ, ഡിമാൻഡുകളൊന്നും ഞങ്ങൾ ജനിച്ച് വീണ മണ്ണിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ആണ്. നിങ്ങൾ എല്ലാ മനുഷ്യരെ പോലെയും കാട്ടിലെ മൃഗങ്ങൾക്ക് ജീവിക്കാൻ അവകാശം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ജീവിക്കാൻ അവകാശം ഉണ്ടെന്നേ. കാരണം ഈ കാട്ടിലെ മൃഗങ്ങൾ, അല്ലെങ്കിൽ കാടിനെ സംരക്ഷിക്കാൻ ഇവരാരും ഞങ്ങളെ പഠിപ്പിക്കുകയൊന്നും വേണ്ട. ഞങ്ങളൊക്കെ ആദിവാസികളാണ്, ഒന്നാന്തരം ട്രൈബ്സാണ്. കാടിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് 5ാമത്തെ വയസ്സിൽ, ഇന്ന് രാധേളമ്മേനെ കടുവ പിടിച്ച ആ ഏരിയയിൽ എന്നെയൊക്കെ 5ാമത്തെ വയസ്സ് തൊട്ട് അച്ഛൻ കൊണ്ടുപോകുന്നതാണ്. വൻമരങ്ങളാകാം, ശേഷിയുള്ള മരങ്ങളിൽ പടർന്ന വള്ളിപ്പറപ്പൊക്കെ 5ാമത്തെ വയസ്സിൽ മാറ്റി എങ്ങനെ ഒരു വനമുണ്ടാക്കാം, അല്ലെങ്കിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ കണ്ടം പ്രകൃതിക്ക് അല്ലെങ്കിൽ പക്ഷികൾക്ക് മാറ്റി വെക്കുന്ന ആളുകളാണ് ഞങ്ങൾ. വനം വേണ്ട, വനം അത് ആവശ്യമില്ല എന്നൊന്നുമല്ല. പക്ഷേ വനത്തിലെ ജീവികൾക്ക് ജീവിക്കാൻ അവകാശമുണ്ടെങ്കിൽ നാട്ടിലെ മനുഷ്യർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അതിനു വേണ്ടിയായിരിക്കണം നിയമം. അല്ലാതെ വനത്തിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്ക് മാത്രമുള്ളതാവരുത് നിയമം. നിങ്ങൾ പറഞ്ഞ പോലെ ഇനിയും ഇത്ര 100 കണക്കിന് കാര്യം അപകടങ്ങൾ നടന്നാലും അധികാരി വർഗത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ഒരു കണ്ണ് തുറക്കലൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഉണ്ടാകുമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ശക്തരായ വോട്ട് ബാങ്കൊക്കെ ആയിരുന്നെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പിലൊക്കെ അതിശക്തമായി സംഘടിതരായിട്ട് വാദിച്ച ഞങ്ങൾക്ക് ഈ പറഞ്ഞ നിയമങ്ങളിലൊക്കെ മാറ്റങ്ങളൊക്കെ വരും. അത് വരാതിരിക്കുമൊന്നുമല്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഇല്ല, എനിക്ക് കേൾക്കാം. അത് വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഇടപെടാതിരുന്നു എന്നേ ഉള്ളൂ.
ബാബു കേൾക്കാമോ? കോള് കട്ടായിപ്പോയി. നിങ്ങളെപ്പോലെ ജീവിക്കണമെന്ന് നമ്മളിൽ ഒരാൾ നമ്മളോട് പറയുന്നത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. നമ്മളെപ്പോലെ ജീവിക്കാൻ അവർക്ക് അവകാശവും അധികാരവുമുണ്ട്. അത് അവർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് എന്നത് പ്രധാനവുമാണ്. നിയമസഭയിൽ ഈ വിഷയം വരേണ്ടതുണ്ട്. ഏറ്റവും പ്രാധാന്യത്തോടെ അടിയന്തര പ്രമേയമായി തന്നെ വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ സഭ സ്വമേധയാ ഇത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് സംബന്ധിച്ചൊരു പ്രമേയം പാസാക്കലിൽ അവസാനിപ്പിക്കാത്ത ഉത്തരവാദിത്തമായി ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഇറങ്ങുന്ന നമ്മുടെ മണ്ണിൽ നിന്ന്, നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് എന്നെയും നിങ്ങളെയും അടക്കം അതേപോലെ ജീവിതത്തോട് പ്രതീക്ഷയും ആഗ്രഹവുമുള്ളൊരു മനുഷ്യനെ ഒരു കടുവ പിടിച്ചു വലിച്ച് 100-200 മീറ്റർ വലിച്ചിഴച്ച് കൊണ്ടുപോയി ആ ഭീതി, ആ അവസ്ഥ എത്രയാണെന്ന് ആലോചിക്കണം. ഉൾക്കാട്ടിൽ കൊണ്ടുപോയി ഭക്ഷിക്കുകയാണ്. ആ ശരീരം മുഴുവനുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരുന്നു. ആ ഒരു അവസ്ഥ ഇനി ഒരു മനുഷ്യൻ ഉണ്ടാകാതിരിക്കാൻ എന്തു ചെയ്യണമെന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മളതിന് പരിഹാരമുണ്ടാക്കേണ്ടതാണ്. ഇത് ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് അവസാനിച്ചു പോകേണ്ട വിഷയമല്ല എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.